ഒരു നിയോജക മണ്ഡലത്തെ ഒരു ഡോക്ടർ രോഗിയെ നോക്കുന്നതുപോലെ നമുക്ക് സമീപിക്കാൻ പറ്റുമോ? അവിടുത്തെ പ്രശ്നങ്ങളെ രോഗലക്ഷണങ്ങളായി കണ്ട് തിരഞ്ഞെടുപ്പ് ഡാറ്റയെ ലാബ് റിപ്പോർട്ടുകളായി ഉപയോഗിച്ച് കൃത്യമായൊരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുമോ? ഇന്ന് നമ്മൾ അങ്ങനൊരു പരിശോധനയാണ് നടത്തുന്നത്. കൊച്ചിയെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള പഠനം. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചല്ല, മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഭരണം മെച്ചപ്പെടുത്താമെന്നതിനെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഡാറ്റയെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കൊച്ചിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊരു നഗരം മാത്രമല്ല, അതൊരു തീരദേശ യാഥാർത്ഥ്യം കൂടിയാണ്. ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും മാത്രമല്ല, കുമ്പളങ്ങിയും ചെല്ലാനവും പോലെയുള്ള തീരദേശ മേഖലകളും അതിന്റെ ഹൃദയഭാഗമാണ്. ഇവിടത്തെ മനുഷ്യരുടെ ജീവിതം, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ പേടികൾ എല്ലാം കടലുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭൂമിശാസ്ത്രം മനസ്സിലാക്കാതെ നമുക്ക് കൊച്ചിയുടെ രാഷ്ട്രീയത്തെ ശരിയായി മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടത്തെ ഓരോ പ്രശ്നത്തിലും ആ കടലിന്റെ ഒരു അലയൊലി നമുക്ക് കേൾക്കാൻ പറ്റും. ശരി, അപ്പോൾ ഏതൊരു രോഗനിർണയത്തിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്താണ്? രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. കൊച്ചിയിലെ സാധാരണക്കാർ ഓരോ ദിവസവും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമുക്ക് അവരൊന്ന് ശ്രദ്ധിച്ചു കേട്ടുനോക്കാം. ഏറ്റവും വലിയ രോഗലക്ഷണം ഇതാണ്: താങ്ങാനാവാത്ത സാമ്പത്തിക ഭാരം, അതായത് വിലക്കയറ്റം. 2025 ജനുവരിയിലെ കണക്ക് നോക്കിയാൽ കേരളത്തിലെ റീറ്റെയിൽ പണപ്പെരുപ്പം 6.67%. രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്ക്. ഇത് വെറുമൊരു കണക്കല്ല. കഴിഞ്ഞ വർഷം 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനത്തിന് ഈ വർഷം ഏകദേശം 107 രൂപ കൊടുക്കണമെന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് ഓരോ കുടുംബത്തിന്റെയും ബജറ്റിന്റെ താളം തെറ്റിക്കും. ഈയൊരു സാമ്പത്തിക സമ്മർദ്ദം വോട്ടർമാരുടെ മനസ്സിൽ എപ്പോഴും ഒരു നീറ്റലായുണ്ടാകും. അടുത്ത പ്രശ്നം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, കുടിക്കാൻ ഇത്തിരി വെള്ളത്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന അവസ്ഥ. നെട്ടൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. കാലപ്പഴക്കം ചെന്ന ദ്രവിച്ച പൈപ്പുകളാണ് കാരണം. മരടിലെ പ്ലാന്റിൽ ഒരു ചെറിയ തകരാറ് വന്നാൽ പോലും ആയിരക്കണക്കിന് വീടുകളിൽ വെള്ളം മുടങ്ങും. കുടിവെള്ളം പോലെ ഇത്രയും അടിസ്ഥാനപരമായൊരു കാര്യം പോലും നൽകാൻ പറ്റിയില്ലെങ്കിൽ അത് ഭരണസംവിധാനത്തിലുള്ള വിശ്വാസം പൂർണ്ണമായും ഇല്ലാതാക്കും. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം. ഗൾഫിൽ നിന്ന് മടങ്ങിവന്ന നമ്മുടെ സഹോദരങ്ങൾ. ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല കഴിവുകളുമായി നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന അവർക്ക് ഇവിടെ ഒരു സ്ഥിരം ജോലി കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത് കൊച്ചിയിൽ മാത്രമല്ല ഉള്ളതെങ്കിലും ഇവിടത്തെ സമ്പദ്വ്യവസ്ഥയിൽ അതിന്റെ ആഘാതം വലുതാണ്. ഇത് വെറും തൊഴിലില്ലായ്മ മാത്രമല്ല, വലിയ സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുന്നത്. ഈ ഒരു നിരാശ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ കേട്ടു. ഇനി അടുത്ത ഘട്ടം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളാണ്. അതായത് തെരഞ്ഞെടുപ്പിലെ കണക്കുകളൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. ഈ നമ്പറുകൾ വെറും അക്കങ്ങളല്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൊച്ചിയിലെ ജനങ്ങളുടെ ചിന്തകൾ എങ്ങനെ മാറിയെന്നതിന്റെ കഥയാണ് ഈ കണക്കുകൾ പറയുന്നത്. പക്ഷേ ഈ ഡേറ്റയെ സമീപിക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം: ഓരോ വോട്ടും ഒരു പൗരന്റെ ശബ്ദമാണ്. ആ ശബ്ദത്തെയും ഓരോ വ്യക്തിയുടെയും അന്തസ്സിനെയും ബഹുമാനിക്കുക എന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനശിലയാണ്. ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കൂ. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലെ രാഷ്ട്രീയ മാറ്റം ഇതിൽ വളരെ വ്യക്തമാണ്. 2011 53% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 2021 ആയപ്പോഴേക്കും അത് 31.5% കുറഞ്ഞു. അതേസമയം സിപിഐഎമ്മിന്റെ വോട്ട് ഷെയർ 36%-ൽ നിന്ന് 42.45% ഉയരുകയും ചെയ്തു. ഇത് ഒരു പാർട്ടിയുടെ ജയവും തോൽവിയും എന്നതിലുപരി വോട്ടർമാരുടെ മുൻഗണനകൾ എങ്ങനെ മാറിമറിഞ്ഞു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു മാറ്റം വന്നത്? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ ടൈംലൈൻ ആ കഥ കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ട്. 2011 15%-ലധികം എന്ന വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു പാർട്ടി വെറും 5 വർഷം കൊണ്ട് 2016 1%-ൽ താഴെ, അതായത് നേരിയ ഭൂരിപക്ഷത്തിൽ തോൽക്കുന്നു. പിന്നെ 2021 ആ തോൽവിയുടെ ആഴം കൂടി 10%-ൽ അധികം ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു. ഈ സംഖ്യകൾ കാണിക്കുന്നത് നിലവിലുണ്ടായിരുന്ന ഭരണത്തോടുള്ള ജനങ്ങളുടെ പിന്തുണ പതിയെ എന്നാൽ ശക്തമായി ഇല്ലാതായിക്കൊണ്ടിരുന്നു എന്നാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും ആ അതൃപ്തി കൂടിക്കൂടി വന്നു. 2021 ഈ കണക്ക് നോക്കുമ്പോഴാണ് കഥയിലെ മറ്റൊരു ട്വിസ്റ്റ് മനസ്സിലാകുന്നത്. ഇവിടെ ജയിച്ചവരും തോറ്റവരും മാത്രമല്ല ഉള്ളത്. 2020 എന്നൊരു പുതിയ രാഷ്ട്രീയ ബദലിന് 15%-ൽ കൂടുതൽ വോട്ട് കിട്ടി. ബിജെപിക്ക് 8%-ൽ കൂടുതലും. ഇതിനർത്ഥം വളരെ ലളിതമാണ്. പ്രധാനപ്പെട്ട 2 മുന്നണികളോടും ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട്. അവരൊരു മൂന്നാമത്തെ വഴി തേടുകയാണ്. ഇത് 2 പ്രധാന പാർട്ടികൾക്കും വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. ശരി,
അപ്പോ നമ്മുടെ കയ്യിൽ രോഗലക്ഷണങ്ങളുണ്ട്, ടെസ്റ്റ് റിസൾട്ടുകളുമുണ്ട്. ഇനി ഇവ രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കണം. ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളും അവരുടെ വോട്ടിംഗ് രീതികളും തമ്മിൽ എന്താണ് ബന്ധം? ഈ അതൃപ്തിയുടെ യഥാർത്ഥ കാരണമെന്താണ്? നമുക്ക് അതിന്റെ മൂലകാരണം കണ്ടെത്താം. ഈ പട്ടികയിലേക്കൊന്ന് നോക്കൂ. ഇത് കൊച്ചിയിലെ പലയിടങ്ങളിൽ നിന്നുമുള്ള യഥാർത്ഥ പരാതികളാണ്. വാർഡ് 31-ൽ സെപ്റ്റിക് മാലിന്യം എടുക്കുന്നില്ല. വാർഡ് 16-ല് വേസ്റ്റ് എടുക്കുന്നത് നിർത്തിയിട്ട് മാസങ്ങളായി. മുല്ലശ്ശേരി കനാൽ റോഡ് പോലുള്ള പ്രധാനപ്പെട്ട വഴികളൊക്കെ കുണ്ടും കുഴിയുമായി കിടക്കുന്നു. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ സ്കാനറുകൾ പ്രവർത്തിച്ചിട്ട് മാസങ്ങളായി. ഇതൊന്നും വലിയ ദേശീയ പ്രശ്നങ്ങളായി തോന്നില്ലായിരിക്കാം, പക്ഷേ സാധാരണക്കാരുടെ ജീവിതത്തെ ഓരോ ദിവസവും ബാധിക്കുന്ന കാര്യങ്ങളാണിത്. ഇത്തരം ചെറിയ എന്നാൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുമ്പോൾ അത് ഭരണത്തിലുള്ള വിശ്വാസത്തെയാണ് ഇല്ലാതാക്കുന്നത്. ഈ ഒരു വാചകം മാത്രം മതി ജനങ്ങളുടെ നിരാശയുടെ ആഴം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ. ഞങ്ങളുടെ സെപ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നില്ല, മാലിന്യ ശേഖരണം നിർത്തിയിരിക്കുന്നു. ഇതൊരാളുടെ മാത്രം പരാതിയല്ല, ഇതൊരുപാട് പേരുടെ ശബ്ദമാണ്. നല്ല വെള്ളം, നല്ല റോഡ്, മാലിന്യ നിർമ്മാർജ്ജനം ഇതൊക്കെ ഒരു ഭരണകൂടത്തിന്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തങ്ങളാണ്. അത് നടക്കാതെ വരുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കും. ആ പ്രതികരണം വോട്ടിംഗ് മെഷീനിൽ നമ്മൾ കാണും. അപ്പോൾ നമ്മുടെ രോഗനിർണയത്തിന്റെ ഒരു ചുരുക്കം ഇങ്ങനെയാണ്: 1. വിലകയറ്റവും ഗൾഫ് മടക്കക്കാരുടെ തൊഴിലില്ലായ്മയും കാരണമുണ്ടാകുന്ന കടുത്ത സാമ്പത്തിക സമ്മർദ്ദം. 2. വെള്ളം, റോഡ്, മാലിന്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളിലെ പൂർണ്ണമായ പരാജയം. 3. പഴയ ക്ഷേമപദ്ധതികൾ മാത്രം പോരാ, ജനങ്ങൾക്ക് കൺമുന്നിൽ കാണാൻ പറ്റുന്ന, അനുഭവിക്കാൻ പറ്റുന്ന മാറ്റങ്ങൾ വേണം എന്ന തിരിച്ചറിവ്. 4. ലത്തീൻ കത്തോലിക്കർ, ഈഴവർ തുടങ്ങിയ പ്രധാന സമുദായങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളിൽ വരുന്ന മാറ്റങ്ങൾ. ഈ 4 കാര്യങ്ങളാണ് കൊച്ചിയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പിന്നിലുള്ള പ്രധാന കാരണങ്ങൾ. രോഗമെന്താണെന്ന് നമ്മൾ കണ്ടെത്തി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം: ചികിത്സ. ഈ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം? ജനങ്ങളുടെ നഷ്ടപ്പെട്ടുപോയ വിശ്വാസം എങ്ങനെ തിരിച്ചുപിടിക്കാം? ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തവും നടപ്പിലാക്കാൻ പറ്റുന്നതുമായ ഒരു കർമ്മപദ്ധതി വേണം. ചികിത്സ ലളിതമായിരിക്കണം, പക്ഷെ പെട്ടെന്ന് ഫലം കിട്ടണം. ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന 3 കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം. 1. കൊച്ചിയിലെ ജലവിതരണ പദ്ധതി വളരെ വേഗത്തിൽ പൂർത്തിയാക്കി 24 മണിക്കൂറും വെള്ളം കൊടുക്കുമെന്ന് ഉറപ്പു നൽകുക. 2. പ്രധാന റോഡുകളിലെ കുഴികളെല്ലാം അടയ്ക്കുന്നതിനുവേണ്ടി ഒരു റോഡ് ബ്ലിറ്റ്സ് ആരംഭിക്കുക. 3. ജനറൽ ഹോസ്പിറ്റലിലെ സ്കാനറുകൾ ഉടൻ തന്നെ നന്നാക്കുക. അതുവരെ ജനങ്ങൾക്ക് സഹായത്തിനായി ഒരു മൊബൈൽ MRI ടാം തുടങ്ങുക. ഇതെല്ലാം ജനങ്ങൾക്ക് നേരിട്ട് കാണാനും അനുഭവിക്കാനും പറ്റുന്ന മാറ്റങ്ങളായിരിക്കും. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം ഒരു തന്ത്രപരമായ മാറ്റവും ആവശ്യമാണ്. INCയുടെ വോട്ട് വിഹിതം 2011-ൽ 53% നിന്ന് 2021-ൽ 31.5% ഇടിഞ്ഞു. ഈ ഒരു വീഴ്ച തടയാൻ ഒരു പുതിയ മുഖം ആവശ്യമായി വന്നേക്കാം. ജനങ്ങൾക്കറിയാവുന്ന, നല്ലൊരു ഇമേജുള്ള, പ്രാദേശികമായി ബന്ധങ്ങളുള്ള ആള് വരുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായ മാറ്റാനും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഉറപ്പില്ലാത്ത വോട്ടർമാരെ ആകർഷിക്കാനും സഹായിക്കും. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പുതിയ ഡാറ്റാ സംരക്ഷണ നിയമങ്ങൾ നമ്മൾ പാലിക്കണം. ജനങ്ങളുടെ സ്വകാര്യതയെയും അവരുടെ സമ്മതത്തെയും പൂർണ്ണമായും മാനിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊരു നിയമോപദേശമല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെയും അന്തസ്സിനെ ബഹുമാനിക്കേണ്ടതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അവസാനം നമ്മളൊരു അടിസ്ഥാന ചോദ്യത്തിൽ എത്തിച്ചേരുകയാണ്. ഡേറ്റയും കണക്കുകളും ഉപയോഗിച്ച് ഒരു തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. എന്നാൽ അതിനപ്പുറം ഈ ഡേറ്റയെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശരിക്കും മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു ഭരണ സംവിധാനമുണ്ടാക്കാനും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? അതാണ് യഥാർത്ഥ വെല്ലുവിളി. കൊച്ചിയെക്കുറിച്ചുള്ള ഈ വിശകലനം ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരു ചെറിയ ശ്രമം മാത്രമാണ്. നിങ്ങൾക്കും ജനങ്ങളെ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ നിയോജക മണ്ഡലത്തെ ഉയർത്താനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai-യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai, ഫോൺ 08042041602. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.